എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 12 വർഷത്തിലേറെയായി ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ സാന്ദീപിനി സാധനാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി വരുന്ന വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേദ അധ്യയനം നടത്തുക എന്നുള്ള ആശയത്തോടു കൂടിയും അതിൽ കൂടെ തന്നെ കലാപരമായിട്ടുള്ള വൈദിക സമ്പ്രദായത്തിലുള്ള മന്ത്രങ്ങൾ, പൂജകളും പഠിക്കുന്നതോടുകൂടി അവർക്ക് കലാപരമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവണം എന്നുള്ള ആശയത്തോടനുബന്ധിച്ച് താളത്തോടുകൂടി ചെണ്ട, തിമില, എടയ്ക്ക എന്നീ തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഇവിടെ അഭ്യസിക്കാനുള്ള കുട്ടികളെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 4-5 വർഷമായിട്ട് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ പശുക്കളെ പരിപാലിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം കൂടി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനമായും നമ്മുടെ സമൂഹത്തിൽ പാലിനു വേണ്ടി മാത്രമല്ല, അതിൽ ഉപരിയായ അതിൻ്റെ ഗോമൂത്രവും ചാണകവും നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ ജീവിതത്തിലും അത് ഏറ്റവും ഉപയോഗമാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു തലമുറയിലേക്ക് കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുക. ആ പരിപാലനം, ഒരു ജീവജാലങ്ങളോട് ഏത് രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം എന്ന് മനസ്സിലാക്കിയെടുക്കാൻ ആ പശുവിനെ പൂജിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാണ് എന്നുള്ള ആശയം പ്രചരിപ്പിക്കുകയുമാണ് സാന്ദീപിനി സാധനാലയം ഇന്ന് വരെ ചെയ്തു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രത്തിൽ 9-ലധികം പശുക്കൾ പരിപാലിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് നോക്കിയാൽ കപില പശു, കപില യാഗയജ്ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന പശുവാണ്. അതിൻ്റെ പാലിൽ, ആ പശുവിൻ്റെ പാലിൽ ഗോരോചനത്തിൻ്റെ അംശമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നു. അതേപോലെ ഗോമൂത്രവും പാലിനെ തൈരാക്കി അതിൽ നിന്നും കിട്ടുന്ന വെണ്ണയെടുത്ത് നെയ്യാക്കി അതിനുശേഷം ഗോമൂത്രവും ചേർത്ത് പാലും തൈരും ചാണകവും ചേർത്തുകൊണ്ട് പഞ്ചഗവ്യം ഇവിടെ നിർമ്മിച്ച് ദേവന് രുദ്രാഭിഷേകം ചെയ്ത്, രുദ്രമന്ത്ര ജപത്തോടുകൂടി രുദ്രാഭിഷേകം ചെയ്ത്, ഇവിടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ധന്വന്തരമൂർത്തി ശാസ്താവ് അമൃതകലശഹസ്തനായി പത്മാസനത്തിലിരിക്കുന്ന ജടാമകുടധാരിയായ ശാസ്താവിന് അഭിഷേകം ചെയ്ത് രോഗാവസ്ഥയെ ഇല്ലാതാക്കാൻ, മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യപരമായ ദോഷങ്ങളെ അകറ്റാൻ, അതുപോലെ നമ്മുടെ ഉദര സംബന്ധമായ എന്ന് വെച്ചാൽ വയറ് ഭാഗം, അതായത് ഭക്ഷണത്തിൻ്റെ ഭാഗമായി ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ഇന്ദ്രിയങ്ങൾ പ്രധാനമാക്കിയെടുക്കാനും അവിടെയുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾ ഇല്ലാതാക്കിയെടുക്കാനും ഈ പഞ്ചഗവ്യം അഭിഷേകം ചെയ്തു കൊടുക്കുന്നത് ശ്രദ്ധേയമായി വരുന്നു. അത്തരത്തിൽ ഒരു ഗോപരിപാലനമാണ് ഇന്ന് ഇത്രയും വർഷമായിട്ട് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ ചെയ്തു വരുന്നത്. പ്രത്യേകിച്ച് ഗോപരിപാലനത്തിന് ഇവിടെ വിദ്യാർത്ഥികൾ തന്നെയാണ് ആ ഗോവിനെ പരിപാലിക്കുന്നതും ആ പശുവിൻ്റെ ചാണകമെടുത്ത് വരട്ടി ഉണ്ടാക്കുകയും ആ വരട്ടി ഹോമാദി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം തുടർച്ചയായി വർഷങ്ങളോളം നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം ദീപാവലി കഴിഞ്ഞ് ആദ്യത്തെ അഷ്ടമിയായി, തിഥിയിൽ ഗോപാഷ്ടമിയായി നമ്മൾ ആചരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ പ്രധാനത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് കാണപ്പെടുന്ന എല്ലാ പശുക്കളെയും, ഈ ഗ്രാമത്തിലെ, ആനിക്കോട് ഗ്രാമത്തിലെ എല്ലാ പശുക്കളെയും ആദരിക്കുകയും പൂജിക്കുകയും ആ ഗോപരിപാലനം ചെയ്യുന്ന വ്യക്തികളെ സമൂഹത്തിന് മുന്നിൽ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഇവിടെ പശുവിനെ പൂജ കഴിച്ച്
അവർക്കൊരു ദക്ഷിണയും വസ്ത്രവും കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഈ ഒരു ഗോപരിപാലനം ശ്രേഷ്ഠമാണ് എന്ന് ധന്യമാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുന്നു ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം. ഗോവിനെ മാതാവായും നമ്മുടെ സംസ്കാരത്തിൻ്റെ ആത്മാവായും പൂജിക്കുന്ന സുദിനമാണ് ഗോവാഷ്ടമി. കാർത്തിക മാസത്തിലെ വെളുത്തപക്ഷ അഷ്ടമി, അതായത് 22/11/2020 ഞായറാഴ്ച ദിനമാണ് ഗോപാഷ്ടമിയായി ആചരിക്കുന്നത്. ഈ ദിനത്തിൽ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം സാന്ദീപിനി സാധനാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമത്തിലെ എല്ലാ ഗോക്കളെയും ഗോപരിപാലകരെയും ക്ഷേത്രാങ്കണത്തിൽ പഞ്ചോപചാരം അർപ്പിച്ചുകൊണ്ട് ആദരിക്കുകയാണ്. श्रिय पंचदशर्जं श्रीकामसधदं जपेत् पद्मानने पद्मभूरु पद्माक्षी पद्मसंभवे त्वं मां भजस्व पद्माक्षी येन सौख्यल्लभाम्यहम् अश्वधायी गोधायी धनदायी महाधने धनं मे जुषदां देवी सर्वकामांश्च देहि मे पुत्रपौत्रधनं धान्यं हस्त्यश्वादिगवेरदं प्रजाना भवसि माता आयुष्मन्दं करोतु मां धनमग्निर्धनं आयुर्धनं सूर्योधनं वसुः धनमिन्द्रो बृहस्पतिर्वरुणं धनमश्नुदे वैनतेय सोमं पिबधु वृत्रः सोमं धनस्य सोमिनो मह्यं दधातु सोमिनः न क्रोधो न च मात्सर्यं न लोभो न शुभामतिः भवन्ति कृतपुण्याना भक्तानां श्रीसूक्तं जपेत् सदा वर्षन्तु ते भिवाभरी दिवो अभ्रस्य विद्युतः रोहन्तु सर्वबीजान्यः ब्रह्मद्विषो जहीं पद्मप्रिये पद्मिनि पद्महस्ते पद्मालये पद्मदलायताक्षी विश्वप्रिये विष्णुमनोनुकूले त्वत्पादपद्मं मयि सन्निधस्व या सा पद्मासनस्था विपुलकडितडी पद्मपत्रायताक्षी गम्भीरावर्तना विस्तनभरनमिता शुभ्रवस्त्रोत्तरीया लक्ष्मीर्दिव्यैर्गजेन्द्रमणिकणखचितैस्नापिता हेमेन्द्रगङ्गाधरां त्वां त्रैलोक्यकुटुम्बिनीं सरसिजा वन्दे मुकुन्दप्रियां सिद्धलक्ष्मीर्मोक्षलक्ष्मीर्जयलक्ष्मीर्सरस्वतीं श्रीलक्ष्मीर्वरलक्ष्मीश्च प्रसन्ना मम सर्वदा वरां कुशोपाशमभीतिमुद्रां करेर्वहन्तीं कमलासनस्तां भालार्ककोटिप्रतिभां त्रिनेत्रां भजेऽहमाद्यां जगदीश्वरीं त्वां सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके देवी नारायणि नमोऽस्तुते नारायणि नमोऽस्तुते नारायणि नमोऽस्तुते सरसिजनिलये सरोजहस्ते धवलधरां शुगगन्धमाल्यशोभे भगवति हरिवल्लभे मनोज्ञे त्रिभुवनभूतिगरिप्रसीद मह्यं विष्णुपत्नीं क्षमां देवीं माधवीं माधवप्रियां विष्णोः प्रियसखीं देवीं नमामच्युतवल्लभां महालक्ष्मी श्रियं वयो जनितृभ्यो ददातु श्रियं वशान अमृतत्वमायन् भजना देवी च विद्महे विष्णुपत्नी च धीमहि तन्नो लक्ष्मीः प्रचोदयात्
ॐ नारायणाय विद्महे वासुदेवाय धीमहि तन्नो विष्णुः प्रचोदयात् गृह्यताम् ॐ गोमात्रे नमः धूपम् आग्रापयामि ॐ गोमात्रे नमः धूपम् आग्रापयामि उदानाय स्वाहा ॐ उदानाय स्वादिदेव्यतिरनर्वणः स्वस्ति भूषा असुरो ददातुनः स्वस्ति द्यावां पृथिवी सुचेतुनां स्वस्तये भायुमुपब्रवावहै सोमं स्वस्ति भुवनस्य यस्पतिः बृहस्पतिं सर्वगणं स्वस्तये ഗോപാഷ്ടമി ആഘോഷത്തോടനുബന്ധിച്ച് നിരവധി കഥകളുണ്ടെങ്കിലും ഏറ്റവും പ്രസിദ്ധമായത് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗോപാഷ്ടമിയുടെ നിർദ്ദിഷ്ട ദിവസം നന്ദമഹാരാജാവ് തന്റെ മകളായ ശ്രീകൃഷ്ണനെയും ബലരാമനെയും ആദ്യമായി പശുക്കളെ വളർത്താൻ അയച്ചു. ബാലകരായിരിക്കെ തന്നെ ഗോപരിപാലനത്തിന്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുന്ന ഈ ദിനത്തെ നാം ഗോപാഷ്ടമിയായി ആചരിക്കുവാൻ തുടങ്ങി. ഭാരതീയ ജീവിതത്തിൽ ഗോക്കൾ അവിഭാജ്യ ഘടകമാണ്. ഔഷധങ്ങളുടെ കലവറയുമാണ്. പാൽ, നെയ്യ്, തൈര്, ഗോമൂത്രം, ചാണകം ഇവ മഹത് പഞ്ചഗവ്യം എന്ന പേരിൽ വളരെയധികം പ്രസിദ്ധവും പവിത്രവുമായ ദിവ്യ ഔഷധവുമാണ്. സ്ഥലശുദ്ധിക്കും ആരോഗ്യപുഷ്ടിക്കും പൂജാതി കർമ്മത്തിനും ഫലപ്രദവുമാണ്. ഗോമൂത്രവും ചാണകവും ജൈവകൃഷിയുടെ സുപ്രധാന ഘടകവുമാണ്. ഭൂമിദേവിയും ലക്ഷ്മീദേവിയും വിളയാടുന്ന അന്നമയമായ കൃഷിഭൂമിയെ ഗോമാതാവ് അമൃതമയമാക്കുന്നു. ഗോമാതാവിന്റെ വിശേഷതകൾ അനാദിയാണ്. ഈ വിശേഷതകൾ മനസ്സിലാക്കി ഗോരക്ഷ നമ്മുടെ പരമമായ ധർമ്മമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ ഗോപാഷ്ടമിക്ക് ഗോപൂജകൾ നടത്തുന്നു. സർവകാമദുഹേ ദേവി സർവതീർത്ഥാഭിഷേകിനി ഭാവനേഷു പരിശ്രേഷ്ഠേ മഹ്യം തുഭ്യം നമോ നമഃ. ഓം കപിലേ നന്ദേ നമഃ. ഓം കപിലേ ഭദ്രകേ നമഃ. ഓം ശ്രേഷ്ഠേ മഹ്യം തുഭ്യം നമോ നമഃ. ഓം പ്രാതരഗ്നിം പ്രാതരിന്ദ്രഗും ഹവാമഹേ പ്രാതർമിത്രാപർണാ പ്രാതരശ്വിനാ त्वा वृणे आदित्यवर्णे तपसो